ഹായ് നമസ്കാരം. ഇത് ജോസഫ് ഏട്ടൻ ഏച്ചോമിന്ന് വന്നതാണ്. അപ്പോൾ ചേട്ടൻ നല്ല കുറച്ച് തെങ്ങിൻ തൈകളൊക്കെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ നമ്മുടെ ആമീസ് ഗാർഡനിൽ വന്നെത്തി. അപ്പം കുറച്ച് തെങ്ങ് എടുക്കാനാണ് ചേട്ടനോട് വന്നത്. അപ്പം ഇതിൻ്റെ ഓരോ സ്ഥലത്തും നമ്മൾ നഴ്സറി പോകുമ്പോൾ ഈ തെങ്ങ് തൈ എടുക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട രീതികൾ, അതിൻ്റെ പരിപാലനങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക ഇൻസ്പിറേഷനായി. അത് ബാക്കിയുള്ളവരിലേക്കും കൂടെ അതൊന്ന് എത്തിക്കണം. അപ്പം ആളുകൾ തെങ്ങ് പരിപാലന രീതികൾ എല്ലാം നിങ്ങളിലേക്കും കൂടെ ഒന്ന് എത്തിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് ചേട്ടൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാണ്. ഞാനിവിടെ വന്നപ്പം പല സൈസ് ടീൻറ്റൂടി ടീ പിന്നെ ഗംഗാ ബോണ്ട അങ്ങനെ പല സൈസ് തെങ്ങിൻ തൈ, കുറ്റിയാടി ഇതൊക്കെ എന്നെ കാണിച്ചു തന്നു. ഞാനിതെല്ലാം നോക്കി നടന്നെല്ലാം കണ്ടിട്ട് അതിലൊരു ഞാനിപ്പോൾ ഒരു 10-40 തെങ്ങ് കായ്ച്ച തെങ്ങുണ്ട് വീട്ടിൽ. 10-40 വർഷമായതും 35 വർഷമൊക്കെ ആയതും 70 പിന്നെ ഒരു 60 വർഷമായൊക്കെ തെങ്ങുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ ഇപ്പം ഞാനൊരു 10-40 തെങ്ങിൻ തൈ മേടിക്കാൻ വേണ്ടിയാണ് വന്നത്. അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് തൈ, കാപ്പിത്തൈ, കവുങ്ങൻ തൈ, ഇങ്ങനെ പല അതും തൈകളൊക്കെ നോക്കി ഇവിടെ വന്ന തൈകൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ ബഡ് പ്ലാവ് ഇതെല്ലാം വാങ്ങിച്ചു. അപ്പം ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഈ ചില തെങ്ങിൻ തൈക്ക് ഭയങ്കര ഹൈറ്റ്, അതിപ്പോൾ നമ്മൾ ഈ വേനൊക്കെ കൊണ്ട് വെച്ചാൽ പിടിക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു അത് ഞാൻ എടുത്തില്ല, ചെറുത് നോക്കി എടുത്തു. ഏറ്റവും ചെറുത് നോക്കി നല്ലത് നോക്കി. പിന്നെ ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞു, ഈ കടവണ്ണം കൂടുതലുള്ള തെങ്ങ് പിന്നെ അത് നോക്കിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇവർക്കിപ്പോൾ അത് ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇതെല്ലാം ചിലവാകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തത് കടവണ്ണമൊക്കെ കൂടുതൽ നോക്കി നല്ല ഇതെല്ലാം എടുത്ത് നോക്കി തേങ്ങയൊക്കെ നോക്കി ഓരോന്നും എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാനിതിന് മുമ്പ് പാകി മുളപ്പിച്ച് തൈ വെച്ചിട്ടുണ്ട്, കുറ്റ്യാടിയിൽ നിന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട്, കൃഷിഭവനിൽ നിന്ന് കൊണ്ട് തൈകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നപ്പോൾ ഇവരിങ്ങനെ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അത് വന്നു. ഞാനിങ്ങനെ ഇതെല്ലാം കണ്ടു, ഇവരുടെ നഴ്സറി മൊത്തം ചുറ്റി കിടന്ന് കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഇനിയും ആർക്കെങ്കിലും തൈകൾ എടുക്കണമെങ്കിൽ ഇവരെടുത്ത് വന്ന് എടുത്താൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നു. സാറിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞങ്ങൾ കൂടുതൽ അടുത്ത കസ്റ്റമർ വരുമ്പോൾ സാറ് തന്ന അറിവുകൾ ഞങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഇപ്പം നല്ല തൈകളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ അവർ സഹായിക്കും. അപ്പം സന്തോഷമായിട്ടാണോ സാറ് ഞങ്ങളുടെ നഴ്സറിയിൽ നിന്ന് പോകുന്നത്? അതെ അതെ അതെ. പിന്നെ ഈ ഞാനിപ്പോൾ ഇവിടെ വന്നു, എനിക്കൊരു സംതൃപ്തി ഇല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. കാരണം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം നോക്കി എടുക്കണു. അതുകൊണ്ട് ഞാൻ പൈസ തരുന്നു. നിങ്ങളിപ്പോൾ എനിക്ക് വെറുതെ അല്ല തരുന്നത്, ഞാൻ വെറുതെ മേടിക്കാൻ വന്നതല്ല. അപ്പോൾ കാശ് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മൂല്യമുള്ള സാധനങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും ഞങ്ങളും അങ്ങനെ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തതും. അത്ര ഓക്കെ, സന്തോഷം. താങ്ക് യു.